പ്രിയമുള്ളവരെ, നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ആലയം മുഴുവൻ വന്ന് നിറയുക. ഹല്ലേലൂയ. പലതരത്തിന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തുടർന്ന സമയങ്ങളിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുക. നമ്മൾ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഇവിടെ നിറയുന്ന സമയമാണ്. ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ബ്രദർ ഡൊമിനിക് സാവിയാണ്. അദ്ദേഹം ഷാലോം ടൈംസിൻ്റെ സർക്കുലേഷൻ മാനേജറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് സഹോദരനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ നാമത്തെ വലിയ സന്തോഷത്തോടെ മഹത്വപ്പെടുത്താം. എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഈ സ്തുതി ആരാധനയ്ക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നമുക്കായി നൽകിയൊരു സന്ദേശം, ദൈവവചനം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനമാണ്. ആ വചനം ഇപ്രകാരം പറയുന്നു: വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഈ വചനം ഒരു അഭിഷേകമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലാം നിറയാൻ വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നിറയപ്പെടുവാൻ വേണ്ടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. ആരാധിക്കുന്ന ദൈവമേ, ഈ സ്തുതി ആരാധനയിൽ അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തുവാൻ തിരുമനസ്സാകണമേ. കർത്താവ് ഈ ആരാധനയിൽ അവിടുന്ന് സംപ്രീതനാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മറിയം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചു, അവൾ ഭാഗ്യപ്പെട്ടവളായി മാറി. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം നാം വിശ്വസിക്കുകയും ആ വചനത്തിൽ നമ്മൾ അടിയുറച്ച് ആഴപ്പെട്ട് വിശ്വസിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭാഗ്യപ്പെട്ടതായി മാറും. അതോടൊപ്പം തന്നെ നമ്മുടെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഹൃദയം കൊണ്ട് ഈ ആരാധനയിലേക്ക് എല്ലാവരും ചേർന്നുകൊണ്ട് തുടർന്ന് നമ്മൾ പാട്ടൊക്കെ പാടി ഏറ്റവും സന്തോഷത്തോടെ നല്ലവനായ ദൈവത്തെ ആരാധിക്കുകയാണ്. നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങളുടെ അടുത്ത് ഏത് വ്യക്തിയായിരുന്നെങ്കിലും നമ്മൾ ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാണ്. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് പറയാമോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ആരാധനയിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തെ നമുക്ക് ഓർക്കാം. നിർമ്മലയായ കന്യക, എളിമയുള്ളവൾ, ഹൃദയത്തിൽ എളിമയുണ്ടായിരുന്നു. അവൾ ദൈവത്തിൻ്റെ വചനം, ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ എങ്ങനെ ഒരു സ്ത്രീക്ക് ഗർഭവതിയാകും എന്നുള്ള ചോദ്യമൊക്കെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ വിശ്വസിച്ചു. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാകും, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചു. അത് എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ അടയാളമായി മാറി. ഹല്ലേലൂയ. 19 വയസ്സ് കാലഘട്ടങ്ങൾ ഞാൻ ഓർക്കുകയാണ്. കർത്താവിന് അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ എന്ന മാധുര്യം നിറഞ്ഞ നാമത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ അന്ന് മുതൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ഞാൻ തകർന്നു എന്ന് വിചാരിച്ച എൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ നടത്തുന്നത് കാണുവാൻ സാധിച്ചു. ഇന്ന് ഒരുപക്ഷെ ഏറെ തകർച്ചകളുടെയും ഭാരപ്പെട്ടും എൻ്റെ ദുഃഖം ആരും മനസ്സിലാക്കുന്നില്ല എന്ന ചിന്തയിലൂടെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇവിടെ പലരും ആരാധനയിലായിരിക്കുക. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, വിശ്വസിച്ച് നീ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി ഈ രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്നുകൊണ്ട്, തുടർന്നുള്ള നമ്മൾ ആരാധനയിലേക്ക് ഹൃദയം ചേർന്നുകൊണ്ട്, ഈ വരികളോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ പ്രകീർത്തിക്കാം. നിർമ്മലയായ കന്യകയാണ്, എളിമയുള്ളവളാണ് അവൾ. അമ്മേ, ഈ സമയങ്ങളിൽ ഈ രാത്രി ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മേൽ സ്വർഗ്ഗം തുറന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അമ്മ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നിർമ്മലയായ മാതാവേ, മേരി മാതാവേ. കണ്ണുകൾ അടച്ചു പാടാം.
എളിമതൻ നിറകുടമാകുമമ്മേ ദൈവമാതാവേ. ഒരിക്കൽ കൂടി പാടാം. അമ്മയുടെ ഇഷ്ടപ്പെട്ട ചിത്രം കണ്ട് ഈ വഴി താരയിലെന്നുമെന്നും നിന്റെ സ്നേഹം കാത്തിരിപ്പൂ. ഈ വഴിത്താരയിൽ ചേർന്ന് പാടാം. ആവേ മരിയ, ആവേ ആവേ ആവേ. കർത്താവിനെ ആരാധിക്കാം. ആവേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കാം. മരിയ. വലതുകരം ഉയർത്തി പാടാമോ? ആവേ 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 All loving Father. ആവേ പരിശുദ്ധ ആവേ മരിയ. ഒരിക്കൽ കൂടി പാടാമോ? ഒരിക്കൽ കൂടി. ആവേ 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 പരിശുദ്ധാത്മാവേ. ആവേ ആവേ മരിയ. ഒരിക്കൽ കൂടി പാടുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി. ആവേ 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 മരിയ. ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശി ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ ദയവായി കണ്ണുകൾ അടച്ച് എല്ലാവരും ചേർന്ന് പാടുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ എല്ലാവരും ആരാധിക്കുന്നു. ഹല്ലേലൂയ അരൂപിയിൽ ആരാധിക്കാം. സ്വതന്ത്രമായ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇരു കരങ്ങളും ഉയർത്തി ഈ ആരാധനയുടെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തിന്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ശക്തി കടന്നു വരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഷാബാരാം ബാലാം ബിയാരാം ബാലാം 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 ഭാര്യം ഷീബിയാരാം ബാലാം 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 ബാലാം. പരിശുദ്ധാത്മാവേ, ആത്മാവേ, എന്റെ അമ്മയെ അമ്മയോട് ചേർന്ന് ഈ രാത്രി എന്റെ മക്കളെ ആരാധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ഒരുക്കിയിരിക്കുന്ന ഒരു രാത്രിയാണ്. ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ആ മാധുര്യം നിറഞ്ഞ ദൈവനാമം, യേശുവിൻ്റെ നാമം, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഉയർത്തിയ ഏക നാമം, യേശുവിൻ്റെ മാധുര്യമുള്ള നാമത്തെ നമ്മൾ ഈ രാത്രിയിൽ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതേ, പച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ യേശുവിൻ്റെ നാമത്തെയാണ് നമ്മൾ വിളിക്കുക. ലാസറേ പുറത്തു വരിക എന്ന ഒറ്റ വാക്കിനാല്, അതേ, ലാസറിന് പുതുജീവൻ നൽകിയ കർത്താവിന്റെ നാമത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധിക്കുന്നത്. അതേ, വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കാൻ കഴിവുള്ളവൻ. കർത്താവിനോട് പറയാം, ദൈവമേ, ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ മുഴു മനസ്സോടെ എൻ്റെ കുടുംബത്തിലായിരുന്നുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കട്ടെ. ഈ വരികളോട് ചേർന്നുകൊണ്ട് നമുക്ക് തുടർന്ന് ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നീ എൻ്റെ സർവ്വവും, നീ എൻ്റെ ബലമാണ് കർത്താവേ. നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും. ഇന്ന് നമ്മുടെ ജീവിതം പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിലുണ്ടെങ്കിൽ, അതെ, ചെറുപ്പം മുതൽ ആ പിതാവിൻ്റെ കുഞ്ഞ് പിശാചിനാൽ
പീഡിപ്പിക്കപ്പെട്ട് പലപ്പോഴും മരണത്തിന്റെ താഴ്വരയിലൂടെ ആ കുഞ്ഞിനെ പിശാച് തള്ളിയിട്ടു. നുരയും പതയും പുറപ്പെടു വെച്ചു. പല പ്രാവശ്യം തീയിലും വെള്ളത്തിലും തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ യേശുവിന്റെ അടുത്തേക്ക് ഇതാ ആ പിതാവ് കടന്നു വരികയാണ്. കർത്താവേ, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കർത്താവേ, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കരുണ കാണിച്ച് എന്റെ കുഞ്ഞിനെ വിടുവിക്കണമേ എന്ന് ആ പിതാവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചോദിച്ചു, യേശു ചോദിച്ചു, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണോ നീ ചോദിക്കുന്നത്? വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കും. അതേ തുടർന്ന് യേശു തന്റെ ശക്തി വെളിപ്പെടുത്തി ആ കുഞ്ഞ് ശൈശവം മുതൽ പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞ് അത്ഭുതങ്ങളുടെ മകനായി മാറി. അവൻ വിടുതൽ പ്രാപിച്ചു. ഈ രാത്രിയില് ആ ദൈവം ആ പിശാചിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച രക്ഷാനാമത്തെ പ്രിയപ്പെട്ട നമ്മൾക്ക് ആരാധിക്കാം. കണ്ണുകളടച്ച് കാര്യങ്ങളൊന്നും ആരോട് ചേർത്ത് പിടിക്കാം. ദൈവമേ, നീയാണ് എന്റെ ബലം. ചേർന്ന് പാടാം. നീ എന്റെ സർവവും, നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കായി തന്നതിനാ. നീ എന്റെ സർവവും, എല്ലാറ്റിലും. മനസ്സിലാക്കി പാടാം. രക്ഷകനാണ്, നീ എന്റെ ദൈവമാണ് എന്ന് ഈ രാത്രിയിൽ എന്നോട് തന്നെ ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരങ്ങളെ, അവിടെ നമ്മുടെ രക്ഷകനാണ്, അവിടെ നമ്മുടെ ദൈവമാണ്, അവിടെ നമ്മുടെ സങ്കേതമാണ്. അതെ, ഈ രാത്രി നിന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ രക്ഷകനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടി കൂടാതെ നീ ആരായിരുന്നാലും എവിടെയായിരുന്നാലും ഈ ആരാധനയില് ഹൃദയം ഒന്ന് തുറക്കാമോ? പ്ലീസ്, ദയവായി ഹൃദയം തുറന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കുക. എന്റെ രക്ഷകൻ, നീ എന്റെ ദൈവവും, എന്റെ സങ്കേതം, നീ മാത്രമാണെൻ സങ്കേതവും. ചേർന്ന് പാടാം. നീ എന്റെ രക്ഷകൻ, നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു, നിൻ നാമം വാഴ്ത്തി പാടിടുന്നു. ആ വിശുദ്ധ നാമത്തെ പാടി ആരാധിക്കാം. എന്റെ രക്ഷകൻ, നീ എന്റെ ദൈവം, എന്റെ ദൈവവും, സങ്കേതവും, നീ മാത്രമാണെൻ സങ്കേതവും. നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു, ആരാധിക്കാമോ? നാമം വാഴ്ത്തി പാടിടുന്നു. വലതുകരം ഉയർത്തി ചേർന്ന് പാടാം. തേനിലും മധുരമാ, തേനിലും മധുരമാ എനിക്ക് വേണ്ടി യേശു
കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ട് കാര്യങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിക്കാം. കർത്താവേ, എണ്ണമറ്റ നന്മകൾ എൻ്റെ ജീവിതത്തിൽ നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, രോഗത്തെ ഓർത്ത് തളരരുതേ കുഞ്ഞേ. കാരണം നിനക്ക് പേരിട്ട നിന്റെ കർത്താവ് നിനക്ക് ആശ്വാസം നൽകും. ആ രക്ഷാനാമത്തിന്റെ ശക്തി, അത്യുന്നത നാമത്തിന്റെ ശക്തി വെളിപ്പെടാത്തതാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം. ഈ ശക്തിക്കായി നമുക്ക് ആരാധിക്കാം. എന്നെ സൗഖ്യപ്പെടുത്തണമേ. എല്ലാ രോഗികളും ഒന്ന് വിശ്വാസം പ്രാപിക്കുക. നീ എന്റെ സൗഖ്യമാണ്, നീ എന്റെ വിടുതലാണ്, നീ എന്റെ ശക്തിയാണ്. യേശുവേ, ആരാധിക്കാൻ പ്രിയമുള്ളവരെ ഹൃദയം തുറന്ന് നീ എന്റെ വൈദ്യനും നീ എന്റെ സൗഖ്യവും നീ എന്റെ ശക്തിയും എന്നേശുവേ. വിശ്വാസത്തോടെ എനിക്കായി യാഗമായി നിന്നടിപ്പിണരാൽ സൗഖ്യമേ. ഒരിക്കൽ കൂടി പാടാമോ? എന്റെ വൈദ്യനും അതെ, നീ സൗഖ്യവും എന്റെ സൗഖ്യവും നീ എന്റെ ശക്തിയും എന്നേശുവേ. ആരാധിക സഹോദരങ്ങളെ, പ്രതിലേനിക്കാൻ ഹൃദയം കൊടുക്കാമോ? യാഗമായി നിന്നടിപ്പിണരാൽ അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. വലതുകരം ഉയർത്തി തേനിലും മധുരമാ, ഹൃദയം തുറന്ന് തേനിലും മധുരമാ, യേശുക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശുക്രിസ്തു അനുഭവിച്ചറിയാമോ? കഴിഞ്ഞ കാലഘട്ടങ്ങൾ നയിച്ച ദൈവത്തെ പാടാമോ? ആവർത്തിച്ച് പാടാമോ? തേനിലും മധുരമാ, യേശുക്രിസ്തു മാധുര്യമാ. എത്രയോ വട്ടം അനുഭവിച്ചറിഞ്ഞു. നോക്കി ഞാൻ യേശുവേ, കൃപകളെ. യേശുക്രിസ്തു ആരാധന പാടാം. കരങ്ങൾ വീശി ആരാധന. ഹൃദയപൂർവ്വം പാടാമോ? കരങ്ങൾ വീശി ആരാധന. ഹല്ലേലൂയ പാടാം. രണ്ട് കരങ്ങൾ ഉയർത്തി വീശി ആലാകമാന ചേർന്ന് അവിടെ ചേരാമോ? നായക സംഘത്തോട് ചേരാമോ? നാവിനെ വിട്ടുകൊടുക്കാമോ? ഹൃദയപൂർവ്വം ആരാധിക്കാമോ? ഹൃദയം തുറക്കാമോ? രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശുക്രിസ്തു മാധുര്യമാ. എന്റെ യേശുവേ, രുചിച്ചു നോക്കി ഞാൻ എന്റെ കർത്താവേ, കൃപകളെ. യേശുക്രിസ്തു ആരാധിക മക്കളെ, ഹൃദയം തുറന്ന് അവനെ വിളിക്ക്. വീണ്ടും ആരാധിക്കുക. തേനിലും മധുരമാ, കുടുംബങ്ങളിൽ നിന്ന് ആരാധിക്കാമോ? ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമം, വിടുതലിന്റെ നാമം, രക്ഷാനാമം. ധൈര്യത്തോടെ പാട്. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അന്ധകാരങ്ങൾ മാറട്ടെ. രോഗികൾ സൗഖ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പാടി ആരാധിക്കാമോ? അതരം തുറന്ന് പാടാമോ? അതരം തുറന്ന് പാടാമോ? കുടുംബങ്ങളിലായിരിക്കുന്നവര് കുടുംബത്തിലിരുന്നു കൊണ്ട് ആ മാധുര്യ നാമത്തെ വിളിക്ക്. ശമ്പരബലബിയോ, ശീപിയരബല. ശമ്പരബലബലബലബലബലബലബല.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയായി ഈ ആരാധന സമൂഹത്തിന്റെ മേലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. നാരകീയ ശക്തികളെ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. വീണ്ടും പാടുന്നു. സങ്കേതമാണ്, നീ എന്റെ സൗഖ്യമാണ്, നീ എന്റെ വിടുതലാണ്, എന്റെ കുടുംബത്തിന് നീ മതിയായവനാണെന്ന് പറഞ്ഞേ പ്രിയമുള്ളവരെ. എന്റെ മക്കൾക്ക് നീ മതിയായവനാണ്. വിശ്വസിക്കുന്നവർ എല്ലാ കാര്യങ്ങളും സാധിക്കും. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തില് പരിശുദ്ധാത്മാവിന്റെ ഭാഷയില് അടികൂടാതെ ആരാധിക്കാം. ആത്മാവേ ആരാധിക്കാമോ? തളർന്നു പോകാതെ ഒരിൽ കൂടി യേശുവേ എന്ന് ശംഖുവെട്ടി വിളിക്കാമോ? യേശുവേ, ഞങ്ങളുടെ പ്രിയരേ, ഓ എന്റെ സൗഖ്യമേ, യേശുവേ, വീണ്ടും പാടാം. തേനിലും മധുരമായി കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച്, മാറോട് ചേർത്ത് പിടിച്ച്, കരങ്ങൾ രണ്ട് മാറോട് ചേർത്ത് പിടിച്ചാമോ? രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നില്ല. ഈ രാത്രിയില് യേശുവിന്റെ മാധുര്യം നിറഞ്ഞ നാമത്തെ നമ്മുടെ ആദരങ്ങൾ കൊണ്ട് ഏറ്റു പറയാമോ? യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. പ്രിയ ദൈവവേദന ഒന്ന് പറഞ്ഞേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ തള്ളിയാലും, ആർക്കും നിന്നെ വേണ്ടെങ്കിലും, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നിനക്ക് വേണ്ടി കുരിശിൽ യാഗമായവൻ, ഉദ്ധാനം ചെയ്തവൻ, ആത്മാവായ ദൈവം, ദിവ്യ വൈദ്യനായ ദൈവം, ക്യാൻസർ പോലെ മാരരോഗങ്ങളുടെ മേലും ആധിപത്യമുള്ള ദൈവം ഈ രാത്രിയിൽ നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് സ്തുതിക്കാമോ? അതരം തുറന്ന് സമൂഹം മുഴുവൻ സ്തുതിക്കുന്നു. സമൂഹം സ്തുതിക്കാമോ? എല്ലാവരും സ്തുതിക്കാമോ? കുടുംബങ്ങളിലായിരിക്കുന്നവര് യേശുവേ ഉറക്കെ വിളിച്ച് ഹല്ലേലൂയ. അതെ, അവൻ മരിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അതെ, അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഉദ്ധാനം ചെയ്തവനാണ്. ഓ, ഐ ലവ് യു ജീസസ്. ഹല്ലേലൂയ. അതെ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ വിലാപങ്ങളെ വിടുതലിന്റെ ദൈവം നമ്മുടെ മധ്യയുണ്ട്. വിടുതലിൻ ദൈവം എന്നേശു. കരങ്ങൾ രണ്ടും തുറന്നു പിടിക്കാമോ? ചതഞ്ഞോടയൊടിക്കാത്തവൻ, അതെ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, നിന്റെ ദുഃഖത്തെ സന്തോഷം
സന്തോഷം മാത്രം. വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു. രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ആ ദൈവത്തെ ഒന്ന് വിളിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം, ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. തൊട്ടടുത്തിരുന്ന വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിരുന്നു പറഞ്ഞേ, ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, വീണ്ടും ഒരുവൻ ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പൊന്നോമന മക്കളാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവിൽ പുതിയൊരു അഭിഷേകം പ്രാപിക്കുവാൻ ദൈവം ഇന്നതാ ഈ രാത്രിയിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുന്നതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഹല്ലേലൂയ. എന്താ കർത്താവ് പറഞ്ഞത്? എന്റെ സ്നേഹത്തിൽ മക്കളെ നിങ്ങൾ നിലനിൽക്കുവിൻ. ഹല്ലേലൂയ. ഞാൻ നൽകുന്ന സന്തോഷം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞേ, കർത്താവ് നൽകുന്ന സന്തോഷം ലോകത്തോ ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. ഒരു വ്യക്തിക്കും, നമ്മളിപ്പോൾ എതിർക്കുന്ന വ്യക്തി ആരായിക്കോട്ടെ, ഒരു വ്യക്തിക്കും തകർക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് ഈ സന്തോഷം ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആനന്ദിച്ച് ഈ ഗാനത്തോട് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട നല്ലപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാൻ വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു പാടാം. സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. കരങ്ങളൊന്ന് കോർത്ത് പിടിച്ചു. കരങ്ങളൊന്ന് കോർത്ത് പിടിച്ചു. കോർത്ത് പിടിച്ച ആടിപ്പാടി. സന്തോഷത്തോടെ പരസ്പരം നന്ദി പുഞ്ചിരിയോടെ നാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ആരും ദുഃഖിച്ചു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആനന്ദിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. La 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 കൈകളടിച്ചു. la 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 la. പരിശുദ്ധാത്മാവിൽ ജോർദാൻ നദിയിലന്ന്
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിച്ച്. കരങ്ങളടിച്ച് പാട്. പരസ്പരം ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട്, പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് സിഹിയോ ശാലതന്നിൽ തീരാവെന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാം അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാം പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ സ്നാനം നൽകാം കണ്ണുകളടയ്ക്കാമോ? കണ്ണുകളടയ്ക്കാമോ? എല്ലാവരും ശക്തിയോടെ കണ്ണുകളടച്ച്. പരിശുദ്ധാത്മാവേ Pray. എൻ